ഖത്തറിലെ മുൻ മന്ത്രിമാരായിരുന്നിട്ടുള്ള ആളുകളൊക്കെ ഇപ്പോൾ ഒരു അനുകൂലം അതിൽ പറയുന്നുണ്ട്. അതായത് ഈ ഒരു സംവിധാനം നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കുവൈറ്റും ചെറിയൊരു പിന്തുണ പോലെയൊക്കെയാണ് സംസാരിക്കുന്നത്. അങ്ങനെ വരുമ്പോൾ കൂടുതൽ രാജ്യങ്ങൾ ഇതിലേക്ക് ചേരുമോ? അതാണോ ഉദ്ദേശിക്കപ്പെടുന്നത്? ഉണ്ടാകാം. കാരണം ഈ പറഞ്ഞാൽ ഇവർക്കൊക്കെ ആരെയാണ് ഏറ്റവും ഭയം? അവർക്ക് ഭയമുള്ള രണ്ട്. ഒന്ന് ഇസ്രയേലിനെ സംബന്ധിച്ചാൽ ഇസ്രയേൽ അവിടെ വന്നിരിക്കുന്നവർ പുറത്തുനിന്ന് വന്നിട്ടുള്ളൊരു ഒരു രാജ്യം, ഒരു ഭരണകൂടം, ഇവരെല്ലാം ശത്രുതാ മനോഭാവത്തോടെ കാണുന്നു എന്നാണ്. ഇസ്രയേലിൻ്റെ വലിയ സുഹൃത്താണെങ്കിൽ തന്നെ അവിടെ ഒരു സംരക്ഷണം കൊടുത്തിരുന്ന അമേരിക്കയാണ്. അമേരിക്കയുടെ സംരക്ഷണം വന്നില്ലെങ്കിൽ ഇവരെന്ത് ചെയ്യും? ചൈന വരില്ല. ചൈന എപ്പോഴും അവരുടെ സ്വന്തം കാര്യം നോക്കി മാത്രമേ നിൽക്കുകയുള്ളൂ. ചൈനയ്ക്ക് ഇവിടെ അവരുടേതായിട്ടുള്ള സാമ്പത്തികമായിട്ടുള്ള താല്പര്യങ്ങൾ, ഓയിൽ അതുമാതിരിയുള്ളതിന് പുറമെ അവരവിടെ ഒന്ന് യുദ്ധം ചെയ്യാനായിട്ടോ അല്ലെങ്കിൽ ഒരു സൈനിക കാര്യങ്ങളിലൊരു വളരെ ആക്റ്റീവായിട്ടുള്ളൊരു ഇടപെടലിന് മുതിരില്ല. അപ്പോൾ പിന്നെ ഇവരെന്താ ചെയ്യേണ്ടത്? അപ്പോൾ ഇവർ ഒരുമിച്ച് നിൽക്കാനല്ലേ പറ്റുള്ളൂ. അതുകൊണ്ടാണ് ഇവർ പറയുന്നത് ഒരു സ്ട്രാറ്റജിക് വ്യൂ പോയിന്റിൽ ഞങ്ങൾ തനിച്ച് നോക്കേണ്ട കാലമായി. ഇപ്പോൾ യൂറോപ്പിൽ നാറ്റോ, അമേരിക്ക ഇല്ലാതെ യൂറോപ്പിൻ്റെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായി എന്ന് പറയുന്ന പോലെ തന്നെ ഈ പശ്ചിമേഷ്യയിലും അവിടുത്തെ രാജ്യങ്ങൾ ഒരുമിച്ച് നിൽക്കേണ്ട ഒരു കാലമായി. നിൽക്കാനുള്ള സാധ്യത കുറവാണ്. അവർക്കിടയിൽ തന്നെ അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്, വലിപ്പച്ചെറുപ്പങ്ങളുണ്ട്. ഇപ്പോൾ ഒപ്പെക്കിൽ നിന്ന് തന്നെ UAE പുറത്തു വന്നു. അപ്പോൾ ഇതെല്ലാം നമുക്കൊരു നമ്മൾ നേരത്തെ പറഞ്ഞാൽ ഒന്നും ചേർത്ത് കഴിഞ്ഞാൽ 3 ആവണമെന്നില്ല ഈ അന്താരാഷ്ട്ര രാഷ്ട്രീയത്തിൽ അല്ലെങ്കിൽ നയതന്ത്രത്തിൽ വരുമ്പോൾ. അപ്പോൾ തുർക്കിയും സൗദി അറേബ്യയും പാകിസ്ഥാനും കൂടി ചേർന്നുകൊണ്ട് അവരുടെ 3 പേരുടെ ശക്തി ഒരുമിച്ച് വന്ന് 3 മടങ്ങ് വർദ്ധിക്കാൻ അതുണ്ടാവണമെന്നില്ല. അപ്പോൾ അതിനൊക്കെ പ്രായോഗിക ബുദ്ധിമുട്ടുകളുണ്ടോ? പക്ഷേ ഞാൻ പറഞ്ഞ മാതിരി ഒരു അമേരിക്ക ഇല്ലാത്ത ഒരു വേൾഡ് ഓർഡർ പശ്ചിമേഷ്യയിൽ കൊണ്ടുവരാനായിട്ടുള്ളതിൻ്റെ ഒരു തുടക്കമായിട്ട് വേണമെങ്കിൽ ഇതിനെ കാണാം. ഈ മുസ്ലിം രാഷ്ട്രങ്ങളുടെ ഒരു കൂട്ടായ്മ എന്ന് പറയുമ്പോൾ ഇപ്പോൾ സാർ നേരത്തെ പറഞ്ഞു ഇസ്രയേലിനുള്ള ഒരു എതിർപ്പ്. പക്ഷേ ഇസ്രയേലിന് എതിർപ്പുള്ള ഇറാൻ പക്ഷേ അവരോട് കൂടുകയുമില്ല, ആ സുന്നി ഷിയ പ്രശ്നം കാരണം. അങ്ങനെ വരുമ്പോൾ ഇത് വീണ്ടും ഈ പറയുന്ന പോലെ ഒരു വലിയ കെട്ടുറപ്പിലേക്ക് പോകാനുള്ള സാധ്യത കുറവാണ് എന്നാണ് തോന്നുന്നത്. അതെ, ആ ഒരു കെട്ടുറപ്പിലേക്ക് വരാനുള്ള സാധ്യത വളരെ കുറവാണ്. കാരണം അങ്ങനെ ഇവിടെ തന്നെ മൂപ്പളത്തിറക്കം ഉണ്ടാവില്ലേ? ആരാണ് വലുത്, സൗദിയോ തുർക്കിയോ എന്നുള്ളൊരു ചോദ്യം വരില്ലേ? ഒട്ടോമൻ്റെ പ്രതാപകാലത്ത് സൗദി വലുതാവാതിരിക്കാൻ വേണ്ടി ഏറ്റവും അധികം ബുദ്ധിമുട്ടിയിട്ടുള്ളതാണ് ആ ഭരണകൂടം. അവരുടെ 1-ാം ലോകമഹായുദ്ധത്തിന് ശേഷം മാത്രമേ ഈ സൗദി അറേബ്യയിൽ അൽ സൗദ് കുടുംബം വന്നിട്ട് അവിടെ ഒരു രാജവംശം കൊണ്ടുവരാനായിട്ട് അവർക്ക് സാധിച്ചിട്ടുള്ളൂ. അതുവരെയുള്ളൊരു വലിയൊരു തർക്കം, ചരിത്രാതീത കാലം തൊട്ടുള്ളൊരു തർക്കം അവിടെ നിൽക്കുന്നുണ്ട്. അപ്പോൾ ആ ഒരു തർക്കത്തിന് ഇപ്പോൾ പെട്ടെന്ന് എർദോഗാൻ വന്നത് മാറ്റിമറിക്കാമെന്ന് വിചാരിച്ചാൽ നടക്കുമോ? ഇന്നും അവിടുത്തെ ലോകത്തിലെ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും അധികം ആൾക്കാർ പോകുന്ന പള്ളിയുള്ള മക്കത്താണ്. അപ്പോൾ അതിൻ്റെ കസ്റ്റോഡിയൻ ആരാണ്? സൗദി അറേബ്യയാണ്. അപ്പോൾ അത് വെച്ചുകൊണ്ട് മുസ്ലിം രാജ്യങ്ങളുടെ ഇടയിൽ പ്രഥമ സ്ഥാനം സൗദി അറേബ്യയ്ക്കുണ്ട്. അത് മാറ്റിമറിക്കാൻ എർദോഗാന് സാധിക്കുമോ? അപ്പോൾ ഇത്തരം പ്രശ്നങ്ങൾ ഇവരുടെ ഇടയിൽ എന്തായാലും ഉയർന്നു വരും. അതില്ലാന്നുള്ള നമ്മൾ വിചാരിക്കേണ്ട, ഇവരുടെ ഇടയിൽ പ്രശ്നം വരും. പക്ഷേ ഇതിനെല്ലാം ഉപരിയായിട്ട് ഇസ്രയേലിനെ ചെറുത്ത് നിൽക്കാനായിട്ട് അല്ലെങ്കിൽ ഇതുപോലെ ഇറാനെ ചെറുത്ത് നിൽക്കാനായിട്ട് പൊതുശത്രുവിനെതിരെ ചെറിയൊരു കൂട്ടായ്മ കൊണ്ടുവരികയാണെങ്കിൽ പൊതുശത്രുവിൻ്റെ ശല്യം കുറച്ച് കുറയാം, അല്ലെങ്കിൽ ഇവരുടെ ഇടയിലുള്ള സഹകരണം കുറച്ചുകൂടി കൂട്ടി നിർത്താൻ സാധിക്കുന്നുള്ളൊരു പ്രതീക്ഷയായിരിക്കാം.